ഈശോലഡ്രസ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് ഈശോ കഫർനാമിലെ ഒരു സിനഗോഗിൽ പഠിപ്പിക്കുന്നതും ഈശോയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉറക്കെ അലറിക്കൊണ്ട് നസ്രാന യേശുവിനെ ഇടപെടുന്നതൊക്കെ ഉറക്കെ അലറിക്കൊണ്ട് ഈശോയെ സമീപിക്കുന്നതും ഈശോ ആ മനുഷ്യനിൽ നിന്നും അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നതുമാണ്. ഇവിടെ നമുക്കറിയാം, ഒരാളും ഈശോയോട് പറയുന്നില്ല ഇദ്ദേഹത്തിൽ നിന്നും അശുദ്ധാത്മാവിനെ പുറത്താക്കാനോ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഈശോ പ്രവർത്തിക്കുന്നത് പോലെ ഈ ആളുകൾ വന്നിട്ട് ഈശോയോട് ആവശ്യപ്പെടുകയോ അശുദ്ധാത്മാവ് ബാധിച്ച ആള് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ മാതാപിതാക്കളോ ആരെങ്കിലും വന്ന് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ ഇവിടെ പ്രകാരം വായിക്കുകയാണ്, ഈശോ വചനം പ്രസംഗിക്കുന്നു. ആ വചനം കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥത കാരണം ഈ അശുദ്ധാത്മാവ് ഉറക്കെ അലറിക്കൊണ്ട് ഈശോയോട് പറയുകയാണ്, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെയാണ് ഈശോ ഈ മനുഷ്യനിൽ നിന്നും അശുദ്ധാത്മാവിനെ പിടിച്ച് പുറത്താക്കുന്നത്. ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇന്നത്തെ രണ്ട് വചനവായനകളും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യം, പിശാചിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഈശോ എന്ന നാമത്തിന് ഒരു പ്രത്യേക ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അത് ഈശോയ്ക്കാണ് കൃത്യമായിട്ടുള്ള അധികാരമുള്ളത്. പിശാചിന്റെ മേലും അശുദ്ധാത്മാക്കളുടെ മേലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അധികാരമുള്ളത് ഈശോയ്ക്കാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. ഈശോയുടെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഈശോയെ നമ്മൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഒരു അശുദ്ധാത്മാവിനെയും പേടിക്കേണ്ടതില്ല എന്ന് ഇന്നത്തെ വചനഭാഗങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട്